ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നല്ലൊരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോട്ടലുകളിൽ അതുപോലെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ എടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. 1 കപ്പ് മൈദക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആ ഒരു കണക്കിലാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ ഒരു മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു മാവ് നല്ല പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ്. ഉഴുന്ന് അരിയൊക്കെ കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/4 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈമില്ല എങ്കിൽ ഈ ദോശമാവ് ചേർത്ത് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നല്ല പോലെ നമ്മൾ പഴംപൊരി പൊങ്ങി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം. അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളെ ഒരു മാവ് കിട്ടേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഓവറായിട്ട് തിക്കാവാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഇതാ ഇവിടെ മാവൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നേരെ പഴംപൊരി റെഡിയാക്കി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഇങ്ങനെയുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ പഴുത്ത് പോയതാവരുത്, എന്നാൽ പഴുക്കാത്ത പഴവും ആവരുത്. ഈ ഒരു പരുവത്തിലുള്ള പഴമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചധികം റെഡിയാക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട് സ്കൂളിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം ഒരു 4-5 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. കുറച്ചൊരു തിക്നെസ്സിൽ വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ എല്ലാ പഴവും ഞാനിതിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ പഴംപൊരി പെട്ടെന്ന് കരിഞ്ഞ് ഉൾഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ പീസും മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരിവെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ദോശമാവ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ദോശമാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ പൊങ്ങിക്കിട്ടും. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു പഴംപൊരിക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും അല്ലേ, അപ്പോൾ അവർ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ദോശമാവ്. ഇതിങ്ങനെ ചേർത്തിട്ട് റെഡിയാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല പോലെ പൊങ്ങി വരും പഴംപൊരി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാ പഴംപൊരികളും. കാണുമ്പോൾ തന്നെ ഹോട്ടലിലെ ഒരു പഴംപൊരീൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ട്.
അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാത്തവരൊന്ന് റെഡിയാക്കി നോക്കാം. ഇത് നമുക്ക് പഴംപൊരിയും ബീഫൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബീഫ് നല്ലൊരു കോമ്പിനേഷനാണ്. കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പഴംപൊരി റെഡിയാക്കിയിട്ട് ബീഫും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഇതാ നമുക്ക് പഴംപൊരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന മൈദമാവിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ അത് നല്ല പോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാ പഴംപൊരിയും ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് റെഡിയാക്കി നോക്കുക. താങ്ക്